ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓപ്പോന്റെ ഫൈൻഡ് X9 അൾട്ര എന്ന് പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണ്. അപ്പോൾ ഈ ഡിവൈസ് ആസ് സച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പുതിയതല്ല, കാരണം ലോഞ്ച് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു മാസമായി. എന്നാലും ഞാൻ വിചാരിച്ചു ഇതൊന്ന് അൺബോക്സ് ചെയ്തേക്കാം, കാരണം ഒരു പ്രീമിയം ഡിവൈസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഡിവൈസ് ഇപ്പോഴാണൊന്ന് ട്രൈ ചെയ്യാൻ കിട്ടിയത്, നമുക്ക് അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത് ഫൈൻഡ് X9 അൾട്ര. ഇതിന്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിങ്ങും ബാക്കിയുള്ള ഫീച്ചേഴ്സും കുറച്ച് ക്യാമറ സാമ്പിൾസും എന്നൊക്കെയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്പോ ഫൈൻഡ് X9 അൾട്രേന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒബ്വിയസ്ലി ഇതിന്റെ ക്യാമറയാണ് 200 മെഗാ പിക്സൽ ഡ്യുവൽ 200 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇൻഫാക്ട് ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്, 4 ക്യാമറാസ് ആണ്. എന്നാലും 200 മെഗാ പിക്സൽ പ്രൈമറിയും സെക്കൻഡറി ആണ്. പിന്നെ ടെലിഫോട്ടോ ലെൻസിലാണെങ്കിൽ അപ് ടു 10x ഓപ്റ്റിക്കൽ സൂം ഉണ്ട് എന്നുള്ള പ്രത്യേകതകളുണ്ട്. പിന്നെ നല്ല ബാറ്ററി കപ്പാസിറ്റിയും പിന്നെ കളർ വോയിസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലോ. അപ്പോൾ ഇതിന്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിംഗിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഫൈൻഡ് X9 അൾട്രേന്റെ ബോക്സ് പാക്കേജ്. ഇത് അഗൈൻ ഒരു ഓപ്പൺ ബോക്സ് ആണ്, ഇത് ന്യൂ ബോക്സ് അല്ല. അപ്പോൾ ബോക്സിന്റെ ബാക്കിൽ വേറെ ഒന്നും തന്നെ ഇല്ല, വൈഡ് ബോക്സ് ആണ്. അഗൈൻ അൾട്ര ഡിവൈസ് ആയതുകൊണ്ട് ഓപ്പോ ഹാസിൽ ബ്ലാൻഡ് എന്ന് പറഞ്ഞ ട്യൂണിങ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ എഴുതി കാണാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ നമുക്ക് ഇവിടെ ഇതിനകത്തൊരു ഇതുണ്ടല്ലോ, ഇങ്ങനൊരു ഇതുണ്ട്, ഓപ്പോ ഫൈൻഡ് X9 അൾട്ര ക്രിയേറ്റ് വിത്ത് ഫൈൻഡ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഡിവൈസ് ആണ്, ഇതൊന്ന് ജസ്റ്റ് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു 100 വാട്ടിന്റെ അഡാപ്റ്റർ ആണ്, ചാർജിങ് കേബിൾ ആണ്, ഒരു സിം ഇജക്റ്റ് പിൻ കാണാം. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ്. കേസിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു നല്ല ക്വാളിറ്റിയാണ് ആക്ച്വലി. ഇതുണ്ടല്ലേ, നല്ലൊരു ഫിനിഷുള്ള കേസാണ്, നല്ല സോളിഡ് കേസാണ്. സ്റ്റാൻഡേർഡ് TPU കേസ് ആണ്, എന്നാൽ പോലും കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയും ഫിനിഷും ഉണ്ട്. പിന്നെ മാനുവൽ ആൻഡ് വാറന്റി ഇൻഫർമേഷൻ, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, പിന്നെ ഇതിനകത്തൊരു ഫൈൻഡ് X9 അൾട്ര പ്രീമിയം സർവീസ് കാർഡും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഓപ്പോ ഫൈൻഡ് X9 അൾട്ര. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്പോ ഫൈൻഡ് X9 അൾട്ര. അപ്പോൾ ഇത് ഒരു ഡ്യുവൽ ഫിനിഷ് ആണ്. ഇവിടെ ഓപ്പോന്റെ ബ്രാൻഡിങ് വേറൊരു ബോക്സിനകത്ത്, ഈ ഹാസിൽ ബ്ലാൻഡിന്റെ വേറൊരു ബോക്സിനകത്ത്. ഇവിടെയാണ് നമ്മളെ ക്യാമറ സിസ്റ്റം. 4 ക്യാമറയെ കുറിച്ച് ഞാൻ വിശദമായി പറയാം. കംപ്ലീറ്റ്ലി മെറ്റൽ ഫ്രെയിമാണ്. ഇവിടെ നമുക്കൊരു ബട്ടൺ ഉണ്ട്. അതേ കൂടാണ്ട് തന്നെ ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് ആണ്. ക്യാമറയ്ക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്പീക്കർ യൂണിറ്റ് കംപ്ലീറ്റ്ലി മെറ്റൽ ചാസിയാണ്. അടിയിൽ സ്പീക്കർ കാണാം. പിന്നെ USB Type-C പോർട്ട്, പിന്നെ സിം ട്രെയിൻ കാണാം. ഇത് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് ഫ്രണ്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓവറോൾ മെറ്റൽ ബിൽഡാണ് വരുന്നത്. IP69 റേറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിലൊന്നും തന്നെ ഒരു കോംപ്രമൈസും ഇല്ല. ഒബ്വിയസ്ലി ഇതൊരു കോംപ്രമൈസ് ചെയ്യേണ്ട ഡിവൈസ് അല്ലല്ലോ, ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണല്ലോ. പിന്നെ ഡിവൈസിന്റെ തിക്നെസ് പറഞ്ഞാൽ അറൗണ്ട് 9.1 mm ആണ്. പക്ഷേ ക്യാമറ ബമ്പ് നോക്കി, അത്യാവശ്യം നല്ല തിക്കാണ് ക്യാമറ ബമ്പ്. ഒബ്വിയസ്ലി ആ 4 ക്യാമറ സിസ്റ്റം വെക്കണമെങ്കിൽ തന്നെയുള്ള സ്പേസ് ഒരുപാടുണ്ട്. അതുണ്ടല്ലേ, ഇതാണ് ക്യാമറ സിസ്റ്റം. പിന്നെ ഇതിനകത്ത് വെയിറ്റ് വന്നാൽ 235 grams ആണ്. അത് എനിക്കൊന്നും കുഴപ്പമില്ല, ഒരു പ്രീമിയം അൾട്രാ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന്റെ ഒരു വെയിറ്റ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ കൊള്ളാം, നല്ല ഒരു ഫിനിഷാണ്. ഇതാണ് മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷാണ്, ലെതർ കൈൻഡ് ഓഫ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വേറൊരു ഓറഞ്ച് കളർ ഉണ്ട്, അത് വേറെ ഒരു പാറ്റേൺ ആണ്. ഇതിനകത്താണ് ഒരു ഫ്ലാഗ്ഷിപ്പ് കളറുടെ ഒരു ബോക്സി ടൈപ്പ് 2 ബോക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ LED ഫ്ലാഷ് കാണാം. ഓവറോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് നല്ലതാണ്. ഫ്രണ്ട് പാനലിലെ ഡിസ്പ്ലേന്റെ ഓവറോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് കൊള്ളാം. ഫ്രണ്ട് പാനലിലെ ഡിസ്പ്ലേ ആണെങ്കിൽ വളരെ മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. അതേപോലെ IP റേറ്റിംഗ് എല്ലാം തന്നെ ഉണ്ട്. എന്താ പറയുക, ഹൈ പ്രഷർ വാട്ടർ ജെറ്റ്സും അതെല്ലാം പോലെ തന്നെ എല്ലാ IP റേറ്റിംഗും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് 6.82 inches LTPO AMOLED ഡിസ്പ്ലേ ആണ്. 144 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഡോൾബി വിഷൻ സപ്പോർട്ടഡ് ആണ്. അതുകൂടാതെ തന്നെ 3600 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. HDR10+ സപ്പോർട്ടഡ്. അപ്പോൾ ഒരു അടിപൊളി ഡിസ്പ്ലേ എന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും. നല്ല സ്മൂത്ത് ടച്ച് റെസ്പോൺസ് ആണ്. അഗെയിൻ ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു അടിപൊളി പ്രീമിയം ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ്. ബ്രൈറ്റ്നസ് ആണെങ്കിലും ടച്ച് റെസ്പോൺസ് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും ഡോൾബി വിഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കിഡിലം എക്സ്പീരിയൻസ് ആണ് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ. അതേപോലെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. എഗെയിൻ ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഇതിനകത്തുണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേന്റെ കാര്യം പറയുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. ഒബ്വിയസ്ലി കളർ OS ആണ് ഇത് പവർ ചെയ്തിരിക്കുന്നത്.
എബൌട്ട് ഡിവൈസ് എടുക്കാം. കളർ OS 16.0.8 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 16 ഔട്ട് ഓഫ് ദ ബോക്സ്. സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 മൊബൈൽ പ്ലാറ്റ്ഫോമാണ്. 7050 mAh ബാറ്ററി, 12 GB റാം. ബാക്കി ക്യാമറ സിസ്റ്റം ഒക്കെ ഇവിടെ എഴുതിയുണ്ട്, അതിലേക്ക് ഞാൻ വിശദമായി പിന്നീട് വരാം. പിന്നെ നമുക്ക് കിട്ടുന്നത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വളരെ മികച്ച ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഹോം സ്റ്റൈൽ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, ലോക്ക് സ്ക്രീൻ സ്റ്റൈലൊക്കെ സെലക്ട് ചെയ്യാൻ ഫ്ലക്സ് തീംസ് ഉണ്ട്. പിന്നെ AI ഓപ്ഷൻസും ഒരുപാട് അവൈലബിൾ ആണ്. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഓപ്പോ AI ഉണ്ടല്ലേ, AI ടൂൾസ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സ്നാപ്പ് കീ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കീ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ OnePlus ഡിവൈസിലൊക്കെ കണ്ട പോലെ തന്നെ അതേ ഒരു ഫംഗ്ഷനാലിറ്റി തന്നെയാണ് സ്നാപ്പ് കീ കൊണ്ട് മൈൻഡ് സ്പേസിലേക്ക് ആക്സസ് കിട്ടും. ഓവറോൾ UI എക്സ്പീരിയൻസ് വളരെ മികച്ചതാണ്. അതേപോലെ തന്നെ നല്ല ഒരു നോട്ടിഫിക്കേഷൻ ആവുകളും വളരെ മികച്ച ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. 5 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും കിട്ടും. അതായത് 5 മെയിൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടും. പിന്നെ ബ്ലോട്ട്വെയർസിൻ്റെ സീൻ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട്. ആക്ച്വലി കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. നെറ്റ്ഫ്ലിക്സ്, മീഷോ, ലിങ്ക്ഡിൻ അങ്ങനത്തെ കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ബാക്കി ഞാൻ ഇൻസ്റ്റാൾ ചെയ്താണ് സ്നാപ്ചാറ്റ്, അങ്ങനെ കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. എഗെയിൻ ബ്ലോട്ട്വെയർ ഒരുപാടുണ്ടോ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, എന്നാൽ കുറച്ച് ബ്ലോട്ട്വെയർസ് ഉണ്ട് എന്ന് പറയാം. എന്നാൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് മികച്ച ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. കളർ വൈസ് വൺ ഓഫ് ദ ബെസ്റ്റ് UI എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും തന്നെ ഒരു പോരായ്മയും പറയാനില്ല. നല്ല സ്മൂത്ത് ആണ്, ആബ്സല്യൂട്ട്ലി നോ ലാഗ് ഓർ ഇഷ്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമെങ്കിൽ. ഇനി നമുക്ക് അടുത്തതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം. നമ്മൾ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി സോഫ്റ്റ്വെയറെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം. പെർഫോമൻസിൻ്റെ കാര്യം വരുമ്പോൾ ഇതിനകത്ത് പവർ ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ആണ്. എഗെയിൻ പവർഫുൾ ചിപ്പാണ്. LPDDR5X RAM, UFS 4.1. അപ്പോൾ അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ടോപ്പ് നോച്ച് ഹാർഡ്വെയർ എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ പെർഫോമൻസും റിയലി ഇംപ്രസീവ് ആണ്. ആൻഡ്രോയിഡ് സ്കോർ പറയുന്നത് അറൌണ്ട് 3.7 million ആണ് നമുക്ക് ആൻഡ്രോയിഡ് സ്കോർ കിട്ടിയത്. അഗെയിൻ ദ മോസ്റ്റ് പവർഫുൾ ആൻഡ്രോയിഡ് ചിപ്പ് എന്നൊക്കെ വേണ്ടി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിഡിലം എക്സ്പീരിയൻസ്. ഈവൻ ഗെയിമിംഗ് ആണെങ്കിലും ഡേ ടു ഡേ പെർഫോമൻസ് ആണെങ്കിലും ഒരു ലാഗോ ഇഷ്യൂസും ഇല്ല. അബ്സല്യൂട്ട്ലി സ്മൂത്ത് പെർഫോമൻസ് ആണ്. എക്സ്ട്രീം ഹൈ പെർഫോമൻസ് കൂടിയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ്. എല്ലാം തന്നെ അടിപൊളിയാണ്. അതേപോലെ തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, പിന്നെ സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ടോപ്പ് നോച്ച് എക്സ്പീരിയൻസ് ആണ്. എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ പെർഫോമൻസിൽ ഒരു കംപ്ലൈൻറ്റും തന്നെ പറയാനില്ല. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ, എന്നാലും ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. അപ്പം വളരെ സ്ട്രോങ് പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിൽ ഒട്ടും തന്നെ കോംപ്രമൈസും ഇല്ല നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. എഗെയിൻ ഇതാണല്ലോ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറ ഇതിനകത്ത് വരുന്നത് പ്രൈമറി 200 MP ക്യാമറയാണ്. അത് കഴിഞ്ഞ് സെക്കൻഡറി വരുന്നത് ഒരു 200 MP ടെലിഫോട്ടോ ലെൻസാണ്. 3x ഓപ്റ്റിക്കൽ സൂം അവൈലബിൾ ആണ്. അതിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പിന്നെ തേർഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു 50 MP ടെലിഫോട്ടോ ലെൻസ് ആണ്. അതിൽ 10x ഓപ്റ്റിക്കൽ സൂം അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് നമുക്ക് ഒരു 50 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ 4 ക്യാമറ സെറ്റപ്പാണ്. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഒരു 50 MP ഫ്രണ്ട് ക്യാമറയും ഇൻക്ലൂഡഡ് ആണ്. അത് സെൽഫി, ഇവിടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ റിയർ ക്യാമറയിൽ 4K 120 FPS വരെ റെക്കോർഡിംഗ് ഉണ്ട്. സെൽഫി ക്യാമറയിലാണ് 4K 60 FPS ഉണ്ട്. പിന്നെ ഒരുപാട് മോഡ്സ് ഉണ്ട്. നമുക്കറിയാലോ ഹാസൽബ്ലാഡ് ട്യൂൺഡ് ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രത്യേകതകളൊക്കെ ഉണ്ട്. വളരെ അടിപൊളി ക്യാമറ സെറ്റപ്പാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം ഓപ്പോ ഫൈൻഡ് X9 അൾട്രയിൽ എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഞാൻ വളരെ മിനിമൽ ടെസ്റ്റിംഗ് നടത്തിയിട്ടുള്ള, ഒരുപാടൊന്നും ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല, എന്നാലും നല്ല ക്വാളിറ്റിയുള്ള സാമ്പിൾസ് ആണ്, ഒരു സംശയമില്ല. അടിപൊളി ക്യാമറ എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിട്ടുള്ളത്. ഹാസൽബ്ലാഡിൻ്റെ ട്യൂണിങ്ങും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ്? എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ക്യാമറ സാമ്പിൾസ് ആണ്. പ്രത്യേകിച്ച് ടെലിഫോട്ടോ ലെൻസിൻ്റെ സൂം കേപ്പബിലിറ്റീസും വളരെ മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാം. 7050 mAh ബാറ്ററിയാണ് ഇതിനകത്ത് ഓഫർ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് 100 watt സൂപ്പർ വൂക്ക് ചാർജിങ് കൊണ്ട് ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് ഇത് ഫുൾ ചാർജ് ചെയ്യാനെടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ബാറ്ററി. പിന്നെ ബാറ്ററി ലൈഫ് നല്ലതാണ്. കളർ വോയിസും വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. പൊതുവേ കളർ വോയിസും ഓക്സിജൻ വോയിസും ഒക്കെ വളരെ നല്ല ഒപ്റ്റിമൈസ്ഡ് ആണ് ബാറ്ററി ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ബാറ്ററി ലൈഫാണ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സൂപ്പർ ബാറ്ററി ലൈഫാണ്. അപ്പോൾ അതിലും കംപ്ലൈൻറ്റ്സ് ഒന്നും തന്നെ പറയാനില്ല. അപ്പോൾ ഓവറോൾ നല്ലൊരു മികച്ച ഡിവൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ ഓവറോൾ നല്ലൊരു പാക്കേജാണ്. ഒരു അൾട്രാ ഫോണിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷേ
ഇതിൻ്റെ വിലയാണ് വളരെ ഒരു എന്താ പറയുക ഹയർ ഇതിൽ നിൽക്കുന്നത്. ഒബ്വിയസ്ലി ഇപ്പോഴത്തെ റാം ആൻഡ് സ്റ്റോറേജിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി എന്താ പറയുക ഹയറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. 512 GB വേരിയൻറ്റിന് 1,69,999 രൂപ, അതായത് 1,70,70,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ അഗെയിൻ ഇതൊരു നല്ല ഒരു എക്സ്പെൻസീവ് ഡിവൈസ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. ഓവർ പ്രൈസ്ഡ് ആണോ ചോദിച്ചാൽ പറയാൻ പറ്റില്ല, കാരണം എല്ലാ അൾട്രാ ഫോൺസും ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് വരുന്നത്. ഷൗമീൻ്റെ അൾട്രാ കുറേ കൂടെ നേരത്തെ ഇറങ്ങിക്കൊണ്ട് 1,39,999 രൂപ കിട്ടി. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഫോൺസ് എല്ലാം തന്നെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അഗെയിൻ പ്രീമിയം ക്യാമറ സെൻട്രിക് അൾട്രാ ഡിവൈസാണ് ഓപ്പോ ഫൈൻഡ് X9 അൾട്ര. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ്ങും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും വെച്ച് എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രീമിയം ഡിവൈസാണ്. എക്സ്പെൻസീവ് ആണ് ഒബ്വിയസ്ലി പറയാം, അതിലൊരു സംശയമില്ല. അപ്പോൾ ഇപ്പോഴത്തെ മെമ്മറി പ്രൈസും സ്റ്റോറേജ് ഒക്കെ പ്രൈസ് റൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതും നമ്മൾ ആ ഒരു റേഞ്ച് തന്നെയാണ് എക്സ്പെക്റ്റിംഗ് ചെയ്തത്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നല്ലൊരു ഡിവൈസാണോ? ഇത്രയും വില കൊടുത്ത് ഒരു ഫോൺ വാങ്ങാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഓപ്പോ ആയിരിക്കുമോ, വിവോ ആയിരിക്കുമോ, ഷോമി ആയിരിക്കുമോ, സാംസങ് ആയിരിക്കുമോ, അതോ ഐഫോൺ ആയിരിക്കുമോ? ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? ആ ഒരു കാര്യം കൂടെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.